മുൻ ഡിജിപിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ്. വിവിധ ലൈംഗിക പീഡന കേസുകളിലെ അതിജീവിതമാരുടെ പേര് വെളിപ്പെടുത്തിയെന്നതാണ് പരാതി. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി ആർ ജയചന്ദ്രൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, എന്താണ് ഈ കേസ്? ഒപ്പം ഇത് നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയെടുത്തില്ല എന്നൊരു ആരോപണം കൂടി ഉണ്ടല്ലേ? ശ്രുതി കീർത്തന, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടും കേസെടുത്തില്ല എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഈ പരാതിക്കാരൻ, അതായത് ഒരു മനുഷ്യാവകാശ സംഘടനയാണ്, ആ മനുഷ്യാവകാശ സംഘടന വഞ്ചൂർ കോടതിയെ സമീപിച്ചത്. കോടതിയാണ് പിന്നീട് ഇത് സംബന്ധിച്ചിട്ടുള്ള കർശനമായ നിർദ്ദേശം തിരുവനന്തപുരം മ്യൂസിയം പോലീസിന് നൽകിയത്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം എല്ലാ തരത്തിലുള്ള നിയമലംഘനവും നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ അതിജീവിതയുടെയോ അല്ലെങ്കിൽ ഇരയുടെയോ പേര്, വിവരങ്ങൾ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും തന്നെ പരസ്യപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള നിയമം നിലനിൽക്കെ തന്നെ അത് വെളിപ്പെടുത്തിയത് കൊണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കോടതി നിർദ്ദേശം വരുന്നു. അങ്ങനെയാണ് മ്യൂസിയം പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 13-ാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിൽ പലരും പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുമില്ല. അതിനുശേഷം ഇന്നലെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതിന്റെ ഗുരുതര സ്വഭാവം വെളിപ്പെടുന്നത്. കാരണം പോക്സോ വകുപ്പിലെ പോക്സോ നിയമത്തിലെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിജീവിതയുടെയോ ഇരയുടെയോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചതിനുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ശ്രീലേഖയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2022-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കിളിരൂർ പീഡന കേസ്, കവിയൂർ പീഡന കേസ്, അതുപോലെ ഗോവിന്ദച്ചാമി പ്രതിയായിട്ടുള്ള കേസ്, പെരുമ്പാവൂരിലെ പീഡന കേസ് തുടങ്ങിയ കേസുകളിലെ ഒക്കെ തന്നെ ഇരകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ഇവരുടെ മാതാപിതാക്കളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രീലേഖയ്ക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. FIRൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാദ്യമായല്ല ശ്രീലേഖ ഇത്തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുന്നത്. 2016-ൽ, അതായത് സർവീസിലിരിക്കെ, 2020-ലാണ് ശ്രീലേഖ സർവീസിൽ നിന്ന് ഇറങ്ങുന്നത്. 2016-ൽ സർവീസിലിരിക്കെ അന്ന് ഒരു യൂട്യൂബ് ചാനലായിരുന്നില്ല, അന്നൊരു ബ്ലോഗായിരുന്നു. ആ ശ്രീലേഖ IPS blogspot.com എന്ന് പറയുന്ന ഒരു ബ്ലോഗായിരുന്നു. ആ ബ്ലോഗ് വഴി ശ്രീലേഖ ഒരു ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നുള്ള ഒരു പരാതിയിന്മേൽ അന്ന് എറണാകുളത്തെ കുറുപ്പുംപടി പോലീസാണ് ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് പോയിരുന്നു. 2024 സമാനമായി തന്നെ അതേ ബ്ലോഗിൽ കൂടെ അതേ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ള കുറ്റത്തിൽ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഇതിനിടയിൽ 2022-ലാണ് ഇപ്പോൾ ഈ പറയുന്ന സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി നിരവധിയായിട്ടുള്ള കേസുകളിലെ ഇരകളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന തരത്തിൽ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നൊരു കുറ്റകൃത്യം ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച തുടർ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി കാണേണ്ടത്. അതിജീവിതമാരുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.